നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റൂഡിൻ്റെ ടെക്സ്റ്റിലെ തിയറം 2.40 ആണ്. ഈ തിയറം പറയുന്നത് സിമ്പിളാണ്. നിങ്ങൾ ഏത് കേസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിലും കേസിൽ നമ്മൾ എവിടെ കൺസിഡർ ചെയ്യുക, ആ കേസിൽ ഏത് കേസിലും എന്തായിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. സോ തിയറത്തിൻ്റെ പ്രൂഫാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എഗെയിൻ ഈ പ്രൂഫ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഫിഗേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു എക്സാമിന് എഴുതുമ്പോൾ ഈ ഫിഗേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസിൽ എന്താണ് എന്നുള്ളത് എഴുതുക എന്നുള്ളതാണ്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസിൽ ഐ ആണെങ്കിൽ നമ്മൾ ഐ എന്താണ് എന്നുള്ളത് എഴുതണം. സോ നമ്മൾ ആദ്യം തന്നെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 സെൽ കെയുടെ വാല്യൂ 2 ആയി കൊടുക്കുക. അപ്പോൾ R2ലുള്ള 2 സെൽ എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾ ആണ്. സോ റെക്ടാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇങ്ങനെയുള്ള റെക്ടാംഗിൾ കൺസിഡർ ചെയ്താൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ x1 കോർഡിനേറ്റിലുള്ള 2 എൻഡ് പോയിന്റ്സ്, അതായത് ഇതിന് ഈ 2 ബോർഡേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിനെ A1 A2 എന്ന് വിളിക്കാം. ഇനി x2 കോർഡിനേറ്റിൽ നമുക്ക് ഉള്ള പോയിന്റ്സിനെ നമ്മൾ ആദ്യത്തെ ഇവിടെ A1 B1 എന്ന് വിളിച്ചു, x2 കോർഡിനേറ്റ് ഉള്ളവരെ A2 B2 എന്ന് വിളിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, x3യുടെ കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ആ പോയിന്റ്സ് ഏതായിരിക്കും, A3 B3 ആയിരിക്കും. x4 കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ A4 B4 ആയിരിക്കും. എക്സെട്രാ അപ് ടു xk കോർഡിനേറ്റ് വരെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ആ എൻഡ് പോയിന്റ്സ് AKയും BKയും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഐ നമ്മൾ എങ്ങനെ എഴുതുക? ഐ എന്ന് പറഞ്ഞാൽ ഒരു കേസ് അല്ലല്ലേ. ഐ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ കേസ് അല്ല ആയതുകൊണ്ട് ആർക്കെയിലുള്ള പോയിന്റ്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ x1 x2 എക്സെട്രാ അപ് ടു xk. x1 ആരുടെ എല്ലാം ഇടയിലായിരിക്കും, A1ന്റെയും B1ന്റെയും, x2 A2ന്റെയും B2ന്റെയും, എക്സെട്രാ അപ് ടു xk AKയുടെയും BKയുടെയും ഇടയിലായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെറ്റ് ആയിട്ട് നിങ്ങൾ എഴുതുക. ഇനി നമുക്ക് ഇതിനെ ഏറ്റവും ഷോർട്ട് ആയിട്ട് എങ്ങനെ എഴുതാം? ഐ ഈസ് ഈക്വൽ ടു ഈ ഫോമിൽ എഴുതി കൂടെ, സെറ്റ് ഓഫ് ഓൾ x1 x2 എക്സെട്രാ അപ് ടു xk. നമ്മൾ ഈ ഓരോ ആൾക്കാരും എഴുതുന്നതിന് വരെ നമ്മൾ എങ്ങനെ ചെയ്യുക, xj എന്ന് പറഞ്ഞിട്ട് ഒരു ജനറൽ പോയിന്റിന് എഴുതും. xj ആരുടെ എല്ലാം ഇടയിലായിരിക്കും, AJയുടെയും BJയുടെയും ഇടയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഐ എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ പ്രൂഫ് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഫിഗർ എല്ലാം വരച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ തന്നെ പഠിക്കുക. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആകെ നമ്മൾ ലാസ്റ്റ് കൺസിഡർ ചെയ്ത ഒരു ഐ എന്നുള്ളതിൻ്റെ നമ്മൾ എഴുതിയില്ലേ, അത് മാത്രം മതി. സോ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ശരിക്കും എന്ത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, ഞാനിവിടെ അണ്ടർലൈൻ ചെയ്യുന്ന ഈ ഒരു ഇത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഐ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ദിസ് വൺ എക്സെട്രാ. അപ്പോൾ ഇത് മാത്രമാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. സോ സ്റ്റെപ്പ് 1 നിങ്ങൾ ഐ എന്താണ് എന്നുള്ളത് എഴുതുക. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞൊരു കാര്യമാണ് കൺസിഡർ ചെയ്യുന്നത്. ഡെൽറ്റ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ ഐ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇവിടെ കാണുന്ന പോലെയുള്ള റെക്ടാംഗിൾ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ 2 സെൽ ആണെങ്കിൽ ഈ ഇവിടെയുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് A1 A2 ആയിരിക്കും. ഇവിടെയുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ B1 B2 ആയിരിക്കും. അപ്പോൾ ഇവർ നമ്മളുടെ ഡിസ്റ്റൻസ് നമ്മൾ എടുത്താൽ നമുക്ക് ഈ റെക്ടാംഗിളിന്റെ ഡയഗണലിന്റെ ലെങ്ത് ആണ് കിട്ടുക. ഇനി ഇവർ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സ്ട്രൈറ്റ് ലൈനിന്റെ ലെങ്ത് എന്താ വരിക, അതിനാണ് നമ്മൾ ഡെൽറ്റ എന്ന് എടുക്കുന്നത്. സോ ഇതൊരു 2 സെൽ ആണെങ്കിൽ എന്താണ് വരിക, നമ്മളെ സ്ക്വയർ റൂട്ട് ഓഫ് A1 മൈനസ് B1 ഹോൾ സ്ക്വയർ പ്ലസ് A2 മൈനസ് B2 ഹോൾ സ്ക്വയർ. അതാണ് 2 സെൽ ആണെങ്കിൽ ഈ ഡയഗണലിന്റെ ലെങ്ത് വരിക. പക്ഷേ നമ്മൾ കെ സെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, A1 മൈനസ് B1 ഹോൾ സ്ക്വയർ പ്ലസ് A2 മൈനസ് B2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്രാ അപ് ടു AK വരെയില്ലേ AK മൈനസ് BK ഹോൾ സ്ക്വയർ. എന്നിട്ട് അതിന്റെ എല്ലാം റൂട്ട് എടുക്കുക. അപ്പോൾ റൂട്ട് എടുക്കുന്നതിനാണ് നമ്മളിവിടെ ഹോൾ റേസ് ടു 1/2 എന്ന് എടുത്തിട്ടുള്ളത്. സോ അതാണ് ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് സിഗ്മ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് എഴുതാം. ഇപ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ നമുക്ക് വേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് എഴുതിയ പോയിന്റ് മാത്രം മതി. അതായത് ഡെൽറ്റ ലെറ്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു സിഗ്മ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് എഴുതുക. സിഗ്മ 1 to k AK മൈനസ് BK ഹോൾ സ്ക്വയർ. ഇനി ആ സിഗ്മയുടെ ഹോൾ റേസ് ടു 1/2 എന്നുള്ളത് എടുക്കുക. അതായത് നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഈ കാര്യത്തിന് നമ്മൾ സിഗ്മ നൊട്ടേഷൻ വെച്ച് എഴുതി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഡയഗണലിന്റെ ലെങ്ത് നമ്മൾ പറയുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ, ഈ ഡയഗണലിന്റെ ലെങ്ത് എന്താണോ ഡെൽറ്റ ആണെങ്കിൽ ആ ഡെൽറ്റയേക്കാളും കുറവായിരിക്കും ഇവിടെയുള്ള ഏത് 2 പോയിന്റ് എക്സും വൈയും നമ്മൾ എടുത്താൽ, ഐയിൽ നിന്ന് ഏത് എക്സും വൈയും എടുത്താൽ അത് നമ്മളുടെ ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ ആർക്കെയിലാണല്ലോ, ആർക്കെയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്റ്റൻസ് മോഡുലസ് ഓഫ് x മൈനസ് വൈ ആണ്. എക്സും വൈയും നമ്മുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും, എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ, മാക്സിമം ഡെൽറ്റയെ വരും. സോ സ്റ്റെപ്പ് 1 നമ്മൾ ഐ ആയിരുന്നു എഴുതിയത്. സ്റ്റെപ്പ് 2 നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ആദ്യം ഡെൽറ്റ. അപ്പോൾ ഒരു 2 സെൽ ആണെങ്കിൽ നിങ്ങൾ അത് അങ്ങനെ നിങ്ങൾ ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം 2 സെൽ ആണെങ്കിൽ റെക്ടാംഗിൾ ആണെങ്കിൽ അതിന്റെ ഡയഗണലാണ് ഇതിന്റെ ലെങ്ത് ആണ് ഡെൽറ്റ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഡെൽറ്റയുടെ ഫോമുല ഒന്ന് എഴുതി നോക്കുക. പിന്നെ അതിന് കെ സെൽ ആണെങ്കിൽ അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ഇനി നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് അതിനെ സിഗ്മ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് എഴുതുക. ഇത് മാത്രം നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി. ഈ പോയിന്റ് കൂടെ നിങ്ങൾ എക്സാമിന് എഴുതണം. ഡെൽറ്റ ഇതാണെങ്കിൽ മോഡുലസ് ഓഫ് x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഫോർ എവറി xy എലമെന്റ് ഓഫ് ഐ. സോ സ്റ്റെപ്പ് 2 നിന്ന് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഞാൻ ഈ സർക്കിളിൽ വരച്ച ഇത്രയും സർക്കിളല്ല ഇവിടെ നോട്ട് ചെയ്ത് ഇതിന്റെ ഉള്ളിലുള്ള ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി എന്നുള്ള ഓർമ്മിക്കാം. അടുത്തതായിട്ട് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 നിങ്ങൾ ഓർമ്മിക്കേണ്ടത് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യുന്നത് ബൈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ സ്റ്റെപ്പ് 3 നമ്മൾ അവിടെ എഴുതാൻ പോകുന്നത് നമ്മൾ അസംപ്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, ഈ ഐ കോമ്പാക്റ്റ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളത് കോമ്പാക്റ്റ് അല്ല എന്നാണ് അസ്യൂം ചെയ്യുക. ഐ കോമ്പാക്റ്റ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ ഒരു ഓപ്പൺ കവർ ഉണ്ടാവും. ആ ഓപ്പൺ കവറിനെ നമ്മൾ സെറ്റ് ഓഫ് ഓൾ G ആൽഫ എന്ന് വിളിക്കാം. സോ സ്റ്റെപ്പ് 3 നിങ്ങൾ ഇങ്ങനെയാണ് എഴുതുന്നത്, ലെറ്റ് G ആൽഫ സെറ്റ് ഓഫ് ഓൾ G ആൽഫ ബി ആൻ ഓപ്പൺ കവർ ഓഫ് ഐ. assume no finite subcover of G alpha covers I. കോമ്പാക്റ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഏതോ ഒരു ഓപ്പൺ കവർ ഉണ്ടാവും, അതിന് എന്തുണ്ടാവില്ല, ഒരു ഫൈനൈറ്റ് സബ് കവറും ഉണ്ടാവില്ല ഐയെ കവർ ചെയ്യുന്നത്. സോ G ആൽഫ ഒരു ഓപ്പൺ കവർ ആയിട്ട് എടുക്കുക, അതിന്റെ ഒരു ഫൈനൈറ്റ് സബ് കവറും ഐയെ കവർ ചെയ്യില്ല എന്ന് അസ്യൂം ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ CJ. ഇപ്പോൾ നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ആണ്, ഇപ്പോൾ A1 B1 x കോർഡിനേറ്റിൽ A1 B1, x2 കോർഡിനേറ്റിൽ A2 B2 അല്ലേ. ഇനി അപ്പോൾ നമ്മൾ എയും ബിയും ഉള്ളത് C എന്ന് പറഞ്ഞാൽ C1 എന്ന് പറഞ്ഞാൽ A1ന്റെയും B1ന്റെയും മിഡ് പോയിന്റ് ആണ്. ഇതാണ് C1. C2 എന്ന് പറഞ്ഞാൽ A2 B2ന്റെ മിഡ് പോയിന്റ് ആണ്. C3 എന്ന് പറഞ്ഞാൽ A3 B3യുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ CJ, അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് നമുക്ക് ഇവരെല്ലാം CJ എന്ന് വിളിക്കാം. CJ എന്ന് പറഞ്ഞാൽ എന്താ, AJയുടെയും BJയുടെയും മിഡ് പോയിന്റ് ആണ്. അപ്പോൾ CJ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു AJ പ്ലസ് BJ ബൈ 2.
അപ്പോൾ നമ്മൾ എഗെയിൻ 2 സെല്ലിൽ അല്ലെങ്കിൽ റെക്ടാങ്കിളിൻ്റെ കേസിൽ ഇതെന്താ ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. ഇങ്ങനെ ഞാനൊരു C1ഉം C2ഉം ഇനി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ആദ്യമുള്ള ഐയെ എനിക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തൂടെ, 4 ആദ്യമുള്ള ഐയെ ഞാൻ എന്തായിട്ട് ഡിവൈഡ് ചെയ്യും 4 കെ സെൽസ് ആയിട്ട് അല്ലെങ്കിൽ 2 സെൽസ് ആയിട്ട്, അതായത് 4 റെക്ടാങ്കിൾസ് ആയിട്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇത് 2 സെല്ലിൻ്റെ കേസിലാണ് വരിക. ഇൻ ജനറൽ നമ്മൾ ഒരു കെ സെല്ല് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യും, ഇങ്ങനെ CJs ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യമുള്ള കെ സെല്ലിനെ നമുക്ക് 2k കെ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഐയെ നമുക്ക് എന്ത് ചെയ്യാം, ഐയെ 2k അത്രയും കെ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 സെൽ ആയതുകൊണ്ടാണ് ഇവിടെ 4 റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി 2 സ്ക്വയർ ആണ്. കെയുടെ വാല്യൂ 2 എന്ന് കൊടുത്താലാണ് നമുക്ക് 4 റെക്ടാങ്കിൾ കിട്ടുക. നമ്മൾ കെ സെൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ CJs മിഡ് പോയിന്റ് കൊടുത്തിട്ട് നമ്മൾ ഈ ആദ്യത്തെ കെ സെല്ലിനെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 2k കെ സെൽസ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് എഴുതുക. നമ്മൾ സ്റ്റെപ്പ് 4 നമ്മൾ പറയുന്നത് സ്റ്റെപ്പ് 4 നമ്മൾ പറയുന്നത് നമ്മൾ ഡിവൈഡ് ഐ ഇൻറ്റു ആദ്യം CJ ഡിഫൈൻ ചെയ്തു, പിന്നെ ഇങ്ങനെ ഇതാക്കുക. എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ നമ്മൾ പറഞ്ഞു ഈ ടോട്ടൽ ഐക്ക് ജി ആൽഫയെ കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഐക്ക് അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ ഇതിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സപ്പോസ് ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് വിചാരിക്കും. 4 പേർക്കും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ടോട്ടൽ ഐക്ക് ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവില്ലേ. അപ്പോൾ ഈ 4 പോർഷനിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാകില്ല. ആ ഫൈനൈറ്റ് സബ് കവർ ഇല്ലാത്ത ആളെ നമ്മൾ എന്താ വിളിക്കുക, I1 എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഈ 4 പേരിൽ ഏതോ ഒരാൾക്ക് ഫൈനൈറ്റ് സബ് കവർ ഇല്ല, അയാളെ ഞാൻ എന്തെന്ന് വിളിച്ചു, I1 എന്ന് വിളിച്ചു. അപ്പോൾ I1 എവിടെയുള്ളത്, ക്യാപിറ്റൽ ഐയുടെ ഉള്ളിലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ജി ആൽഫ കൊണ്ട് ഈ ക്യാപിറ്റൽ ഐയെ കവർ ചെയ്താൽ I1ന് എന്തായാലും എന്തുണ്ടാവില്ല, ഒരു ഫൈനൈറ്റ് സബ് കവർ കൊണ്ട് I1ന് നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല. ഇതാണ് സ്റ്റെപ്പ് 4. ഇനി സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ നമ്മൾ എഗെയിൻ ഈ I1നെ എഗെയിൻ 2k കെ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, നേരത്തെ ചെയ്തതുപോലെ. അപ്പോൾ ഈ സെയിം കാര്യം നമ്മൾ പറയുമ്പോൾ ഇവിടെ 4 പേരില്ലേ, I1നെ ഫൈനൈറ്റ് ആൾക്കാരെ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല. ഈ 4 പേരെയും ഫൈനൈറ്റ് ആൾക്കാരെ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ കഴിയുമെങ്കിൽ ടോട്ടൽ I1നെയും ഫൈനൈറ്റ് ആൾക്കാരെ കൊണ്ട് കവർ ചെയ്യാൻ കഴിയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യാം, ഇവിടെയുള്ള ഏതോ ഒരാൾക്ക്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന 4 ആളിൽ ഒരാൾക്ക് എന്തില്ല, ഫൈനൈറ്റ് സബ് കവർ ഇല്ല. അതിന് ഞാൻ I2 എന്ന് വിളിച്ചു. അപ്പോൾ സ്റ്റെപ്പ് 5 നമ്മൾ ഇത് പറയുന്നത് ഡിവൈഡ് I1 to 2k കെ സെൽസ്. One of them cannot be covered by finite subcover of G alpha, call it I2. So അതിനെ ഞാൻ I2 എന്ന് വിളിച്ചു. ഇനി എന്ത് ചെയ്യാം, കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് വി ഗെറ്റ് സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെയിം പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും, ആദ്യം I1 കിട്ടി, I1ന്റെ ഉള്ളിൽ I2 കിട്ടി. ഇനി I2ൽ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒരാൾ കിട്ടും ഫൈനൈറ്റ് സബ് കവർ ഇല്ലാതെ, അതിന് ഞാൻ I3 എന്ന് വിളിക്കും. I3യുടെ ഉള്ളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് I4ന് കിട്ടും. അങ്ങനെ ഈ പ്രൊസീജിയർ എനിക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്, ഈ സീക്വൻസ് ഓഫ് നെസ്റ്റഡ് കെ സെൽസ് അല്ലേ. ഈ നെസ്റ്റഡ് കെ സെൽസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, I കണ്ടെയ്ൻസ്, ആദ്യത്തെ പ്രോപ്പർട്ടി ഞാൻ ഇവിടെ എഴുതിയ A ആണ്, I കണ്ടെയ്ൻസ് I1, I1 ആര് കണ്ടെയ്ൻ ചെയ്യും, I2 ആര് കണ്ടെയ്ൻ ചെയ്യും, I3 എക്സെട്ര. രണ്ടാമത്തത് IN ഈസ് നോട്ട് കവർഡ് ബൈ എനി ഫൈനൈറ്റ് സബ് കവർ. I1 നമ്മൾ കണ്ടു ഫൈനൈറ്റ് സബ് കവർ ഇല്ല, I1നില്ല I2നില്ല. അപ്പോൾ ഇവർക്കാർക്കും ഫൈനൈറ്റ് സബ് കവർ ഇല്ല. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ എക്സും വൈയും INലുണ്ടെങ്കിൽ അവർ നമ്മളുടെ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഞാൻ എഴുതിയത് ഡെൽറ്റ ബൈ 2n ആണ്. ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ ക്ലിയർ ആവുന്നുണ്ടാവില്ല. ഡെൽറ്റ ബൈ 2n. സോ ഞാൻ ഇതിലുള്ള ഏത് എക്സും വൈയും നമ്മുടെ ഡിസ്റ്റൻസ് ഡെൽറ്റ ബൈ 2n കുറവായിരിക്കും, ഈക്വൽ ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഇനി നമ്മൾ INലുള്ള ഏത് 2 പോയിന്റ്സും നമ്മളുടെ മാക്സിമം ഡിസ്റ്റൻസ് ഡെൽറ്റ ബൈ 2n ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ റെക്ടാങ്കിൾ ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ I എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക, ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെയുള്ള 2 പോയിന്റ്സ് നമ്മളുടെ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇതിൻ്റെ ഡയഗണലാണ്. ഈ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് എന്താ, ഡെൽറ്റയാണ് അല്ലേ. ഇതിൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് ഡെൽറ്റയാണ്. ഇനി നമ്മൾ I1 കൺസിഡർ ചെയ്യാം. അപ്പോൾ സപ്പോസ് I1 എന്ന് പറഞ്ഞാൽ ഈ റെക്ടാങ്കിൾ ആണെന്ന് വിചാരിക്കുക. I1ന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡെൽറ്റ ബൈ 2 അല്ലേ. ഇവിടെ ഞാൻ വരച്ചതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് തോന്നുന്നു. ആക്ച്വലി നമ്മൾ ഇതിനെ ഈക്വൽ 2k ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ ബൈ 2 ആയിരിക്കും എന്തായാലും അതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്. അപ്പോൾ I1ന്റെ ഡെൽറ്റ ബൈ 2 ആണ്. ഇനി I2ന്റെ ഡയഗണലിൻ്റെ ലെങ്ത് എന്തായിരിക്കും, അതിൻ്റെ ഹാഫ്, അതായത് ഡെൽറ്റ ബൈ 2 സ്ക്വയർ. ഇൻ ജനറൽ INന്റെ ഡയഗണലിൻ്റെ ലെങ്ത് എന്തായിരിക്കും, ഡെൽറ്റ ബൈ 2n. അപ്പോൾ അവിടെയുള്ള ഏത് 2 പോയിന്റ്സും നമ്മളുടെ മാക്സിമം ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഡെൽറ്റ ബൈ 2n ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ സീൽ പറയുന്നത് മോഡ് x മൈനസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ബൈ 2n എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ട INസിൻ്റെ എല്ലാം പ്രത്യേകത എന്താ, I കണ്ടെയ്ൻസ് I2 കണ്ടെയ്ൻസ് I3. അതായത് ഇവർ കെ സെൽസ് ആണ്. കെ സെൽസ് ഒന്നിൻ്റെ ഉള്ളിൽ അടുത്ത ആൾ, അതിൻ്റെ ഉള്ളിൽ അടുത്ത ആൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു തിയറി ഉണ്ട്, ഇങ്ങനെ കെ സെൽസ് ഉണ്ടെങ്കിൽ അവരുടെ ഇന്റർസെക്ഷനിൽ ഒരാളെങ്കിലും ഉണ്ടാവും. അതായത് അവരിലെല്ലാം കോമൺ ആയിട്ട് ഒരാളെങ്കിലും ഉണ്ടാവും. ആ കോമൺ ആയിട്ടുള്ള ആളെ നമ്മൾ എന്തെന്ന് വിളിക്കുക, X സ്റ്റാർ എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് X സ്റ്റാർ എലമെന്റ് ഓഫ് IN ഫോർ എവ്രി n. അങ്ങനെയാണെങ്കിൽ ഇനി X സ്റ്റാറിനെ നമ്മൾ G ആൽഫ എന്ന് പറഞ്ഞാൽ കുറേ ഓപ്പൺ സെറ്റ്സ് അല്ലേ, ഏതോ ഒരു ഓപ്പൺ സെറ്റ് ഈ X സ്റ്റാറിനെ കവർ ചെയ്യില്ലേ, ആ ഓപ്പൺ സെറ്റിനെ നമ്മൾ G ആൽഫ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആണ്. നേരത്തെ നമ്മൾ സെറ്റ് ഓഫ് ഓൾ G ആൽഫ എന്ന് എഴുതുമ്പോൾ ഇതൊരു കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന G ആൽഫ എന്ന് പറഞ്ഞാൽ അവിടെ ഏതോ ഒരാളാണ് G ആൽഫ, വേർ ആൽഫ ഈസ് ഫിക്സഡ്. നമ്മൾ ഇവരുടെ ഇന്റർസെക്ഷനിൽ അല്ലെങ്കിൽ ഇവരിൽ എല്ലാ INലും ഉള്ള ആളാണ് X സ്റ്റാർ. സ്റ്റെപ്പ് 7 നമ്മൾ ഇതാണ് പറയുന്നത്, എല്ലാ INലും ഉള്ള ആളാണ് X സ്റ്റാർ എന്ന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്തു. ഇനി X സ്റ്റാറിനെ കവർ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടാവുമല്ലോ, നമ്മളെ ഓപ്പൺ കവറിലുള്ള, അതിനെ നമ്മൾ G ആൽഫ എന്ന് വിളിച്ചു.
ഇനി ജി ആൽഫ ഓപ്പൺ ആയതുകൊണ്ട് നിങ്ങൾ ഈ ഫിഗറിലുള്ള പോലെയാണ് സംഭവിക്കുക. ജി ആൽഫ ഓപ്പൺ ആണ്, അതിന്റെ ഉള്ളിലാണ് എക്സ്റ്റാർ. അപ്പം ഈ എക്സ്റ്റാറിന്റെ ഏതോ ഒരു നൈബർഹുഡ് ഉണ്ടാവില്ലേ, ആ റേഡിയസ് ഉള്ള ഒരു നൈബർഹുഡ് സച്ച് ദാറ്റ് അത് കംപ്ലീറ്റ്ലി എവിടെയായിരിക്കും കിടക്കുക, ജി ആൽഫയുടെ ഉള്ളിൽ. സോ ദർ എക്സിസ്റ്റ് ഇവിടെ എൻ എച്ച് എന്ന് എഴുതിയ നൈബർഹുഡ് ആണ് വി ആർ. നൈബർഹുഡിനെ നമ്മൾ വി ആർ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ഡിനോട്ട് ചെയ്യുക, വി വിത്ത് റേഡിയസ് ആർ, വി ആർ ഓഫ് എക്സ്റ്റാർ. സോ ദർ എക്സിസ്റ്റ് നൈബർഹുഡ് വി ആർ ഓഫ് എക്സ്റ്റാർ സച്ച് ദാറ്റ് എന്താണ്, വി ആർ ഓഫ് എക്സ്റ്റാർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ജി ആൽഫ എന്നുള്ള പോയിന്റ് എഴുതുക. സോ ഇതാണ് സ്റ്റെപ്പ് 5 നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് 8 നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ എല്ലാ ഐനും എന്നിന്റെ ഏത് വാല്യൂ 2, 3, 4, 5, 6, 7 അങ്ങനെ എന്നിന്റെ എത്ര വലിയ വാല്യൂ, എന്നിന് വേണമെങ്കിൽ 1000 എന്ന് കൊടുക്കാം, 2000 എന്ന് കൊടുക്കാം. അങ്ങനെ നമ്മൾ എന്നിന്റെ ഏത് വാല്യൂവിനും നമുക്കറിയാം ഈ ഐഎന്നിന് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് 8 നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഭയങ്കര വലുതായിട്ട് എടുക്കുക. എങ്ങനെ എടുക്കണം, ഈ ഡെൽറ്റ ബൈ 2n വാല്യൂ, ഡെൽറ്റ ബൈ n വളരെ വലുതാകുമ്പോൾ ഡെൽറ്റ ബൈ 2n വാല്യൂ വളരെ ചെറുതായിക്കൊണ്ടേയിരിക്കും. ലെസ് ദാൻ ആർ ആവുന്ന രീതിയിൽ നമ്മൾ n എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമുക്കറിയാം ഈ നൈബർഹുഡിന്റെ ടോട്ടൽ റേഡിയസ് എത്രയാണ്, 6 ആണ് അല്ലേ. അപ്പം എക്സ് സ്റ്റാറിന്റെ ആ കവർ ചെയ്യുന്ന ആ നൈബർഹുഡ് അതിന്റെ ടോട്ടൽ റേഡിയസ് 6 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, n വളരെ വലുതാക്കി എടുത്തു. എങ്ങനെ, ഡെൽറ്റ ബൈ 2n ലെസ് ദാൻ ആർ ആയിട്ട്. അപ്പോൾ നമുക്കറിയാം ഐഎന്നിലുള്ള 2 പോയിന്റ്സ് നമ്മുടെ മാക്സിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ഡെൽറ്റ ബൈ 2n ആണ്. അപ്പോൾ അത് 6നേക്കാളും ചെറുതാകുമ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങളെ ഐഎൻ കംപ്ലീറ്റ് ആയിട്ട്, ഞാൻ ഈ വരച്ച റെക്ടാങ്കിൾ ആണ് ഐഎൻ കംപ്ലീറ്റ് ആയിട്ട് ഈ നൈബർഹുഡിന്റെ അകത്ത് വരും. സോ ഇവിടെ ഏറ്റവും പുറത്തുള്ള ജി ആൽഫയാണ്, അതിന്റെ ഉള്ളിലുള്ള ആ എക്സ്റ്റാറിന്റെ നൈബർഹുഡ് ആണ് ആ സർക്കിൾ ആയിട്ട്. അതിന്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്, ഐഎൻ വരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ഐഎൻ കംപ്ലീറ്റ്ലി എന്തിന്റെ ഉള്ളിലായി, ജി ആൽഫയുടെ ഉള്ളിലായി. അതായത് ഐഎന്നിന് ഒരൊറ്റ ഓപ്പൺ സെറ്റ് ജി ആൽഫക്ക് കവർ ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ ഐഎന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിരുന്നു, എന്താണ് ഈ പ്രോപ്പർട്ടി, അതായത് ഇവിടെയുള്ള എ ബി സിയിലുള്ള ബി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, ഐഎൻ ഈസ് നോട്ട് കവേർഡ് ബൈ എനി ഫൈനൈറ്റ് സബ് കളക്ഷൻ. ഫൈനൈറ്റ് നമ്പർ ഓഫ് ജി ആൽഫകളെ കൊണ്ട് നമുക്ക് ഐഎന്നെ കവർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഐഎന്നിനെ വെറും ഒരാളെ കൊണ്ട് കവർ ചെയ്യാമെന്ന് കിട്ടി. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ. സോ ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. സോ കോൺട്രഡിക്ഷൻ കിട്ടിയതുകൊണ്ട് നമ്മൾ എന്തായി, പ്രൂഫ് ആയി. സോ ഇവിടെ ഈ ഒരു പ്രൂഫിൽ ഞാൻ ഒരുപാട് ഫിഗേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ ഫിഗേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫിഗേഴ്സ് എല്ലാം യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടോട്ടൽ ആയിട്ടുള്ള നോട്ട്സും, അതായത് ഈ നോട്ട്സും ഇടും. എക്സാമിന് നിങ്ങൾ എഴുതേണ്ട പോയിന്റ്സ് മാത്രമായിട്ട് അടുത്തൊരു നോട്ടും ഇടും. ഓക്കെ, സോ അത് നോക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കും.